പാലക്കാടൻ ഗ്രാമങ്ങളുടെ സൗന്ദര്യം ആളുകളെ പിന്നെയും കൊതിപ്പിച്ച് സിനിമകളിലൂടെയായിരുന്നു കേരളത്തിൻ്റെ ഗ്രാമീണ തനിമ ചിത്രീകരിച്ച പല സിനിമകളിലൂടെയും ലൊക്കേഷൻ പാലക്കാടായിരുന്നു. പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗിയും ഗ്രാമീണ സൗന്ദര്യവും ഒരിക്കൽ കൂടി വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ഇന്ത്യയിലെ സുന്ദരമായ ഗ്രാമങ്ങളിലൊന്നായി കൊല്ലങ്കോട് സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെട്ടതോടെയാണ് പാലക്കാടിൻ്റെ ഗ്രാമീണ സൗന്ദര്യം വീണ്ടും ചർച്ചയാവുകയും സഞ്ചാരികളുടെ ഒഴുക്ക് തുടങ്ങുകയും ചെയ്തത്. നെല്ലിയാമ്പതി മലകൾ അതിരിടുന്ന കൊല്ലങ്കോട് സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗിയും ഗ്രാമീണതയുടെ നിഷ്കളങ്കതയുമാണ്. പാലക്കാടിൻ്റെ പുലർക്കാലങ്ങൾക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ഇന്നാണ്. നമ്മൾ കാണുന്ന ഈ കൃഷിയുടെയും മത്സ്യക്കുളങ്ങളുടെയും ഉടമയും കൂടിയാണ് ഇദ്ദേഹം. സഞ്ചാരികളെ കൊതിപ്പിക്കും വിധം ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടം. നഗരത്തിലെ പല തെരുവുകളും തമിഴ് നഗരങ്ങളുടെ സ്മരണകൾ ഉണർത്തും. വിശാലമായ പാടത്തെ ചില ഭാഗങ്ങളിൽ ഓലമേഞ്ഞ മാടങ്ങൾ കാണാം. അതാണ് ഈ സ്ഥലത്തെ കുടിലിടം എന്ന പേരിൽ സഞ്ചാരികളുടെ ഇടയിൽ പ്രശസ്തമാക്കുന്നത്. വയലുകളുടെ സംരക്ഷണത്തിന് കൃഷിക്കാർ തങ്ങുന്ന ഇടമാണ് ഈ കുടിലുകൾ. വെയിലിൻ്റെ ചൂടേറി വരുന്നു എങ്കിലും മലകളിൽ നിന്നെത്തുന്ന കാറ്റ് കുളിരേകി കാഴ്ചകളുടെ ഭംഗി ഉള്ളം തണുപ്പിച്ചു. നെൽവയലുകളുടെ പച്ചപ്പരപ്പ്, പാടവരമ്പുകളിൽ പീലി വിരിച്ചതുപോലെ തെങ്ങുകളും കരിമ്പനകളും, ഓലമേഞ്ഞ പുരകൾ, ഇല്ലിയും പൂച്ചെടികളും കൊണ്ട് തീർത്ത വേലിക്കെട്ട്. സഞ്ചരിക്കുന്ന വാഹനം ടൈം മെഷീനാണോ എന്ന് സഞ്ചാരികൾക്ക് തോന്നിപ്പിക്കുന്ന പാലക്കാടൻ ഗ്രാമക്കാഴ്ചകൾ. കൊയ്ത്തുകാലങ്ങളിൽ നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളപ്പുരകളും കാണാം ഇവിടമെല്ലാം. ഇന്നലകളിലെ കേരളത്തിൻ്റെ ഗ്രാമത്തനിമ ഇന്നും നിലനിർത്തുന്ന കൊല്ലങ്കോട് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാടൻ ഗ്രാമഭംഗിയെ വീണ്ടും വാർത്തകളിൽ നിറച്ചു. പ്രകൃതി സൗന്ദര്യത്തെ അറിയുന്നതിന് മുമ്പ് വണ്ടി ബ്രേക്ക് ചെയ്തത് ചെല്ലൻചേട്ടൻ്റെ ചായക്കടയിലായിരുന്നു. 40 വർഷം മുമ്പ് കേരളത്തിലെ ഗ്രാമങ്ങളിൽ കണ്ടിരുന്ന ചായക്കടകളുടെ തനിപ്പകർപ്പാണ് ചെല്ലൻചേട്ടൻ്റെ കട. ചായയും നാടൻ പലഹാരവുമാണ് കടയിലുള്ളത്. കൊല്ലങ്കോട് പ്രശസ്തമായതോടെ കടയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ടെന്നാണ് ചെല്ലൻചേട്ടൻ്റെ പക്ഷം. എല്ലാവരും കൊല്ലങ്കോട്ടേക്ക് വരുന്നതിൽ സന്തോഷം മാത്രം. പക്ഷേ ഇവിടെ മലിനമാക്കാതെ സൂക്ഷിക്കണമെന്ന് മാത്രമാണ് ചെല്ലൻചേട്ടന് പറയുവാനുള്ളത്. ചെല്ലൻചേട്ടൻ്റെ കടയിൽ നിന്നും ചായ കുടി കഴിഞ്ഞ് ചിങ്ങഞ്ചിറയിലേക്ക് പോകുവാനുള്ള തിടുക്കത്തിലാണ് ഞങ്ങൾ. കിട്ടുന്നതിന് മുന്നേ ചിങ്ങഞ്ചിറ എത്തണം. പ്രകൃതിയെ ആരാധിക്കുമിടം, ആലിലകൾ നാമം ചൊല്ലും ചിങ്ങഞ്ചിറ. പ്രകൃതി തന്നെ ആരാധനമൂർത്തിയായി നിലകൊള്ളുന്ന ആത്മീയ ഭൂമിയാണ് ചിങ്ങഞ്ചിറ. ജാതി മതഭേദമില്ലാതെ ഏവരും ഈ പ്രകൃതി ക്ഷേത്രത്തിലെത്തുന്നു. വീടുപണി തടസ്സമില്ലാതെ നടക്കാൻ വീടുകളുടെയും കുട്ടികളില്ലാത്തവർ തൊട്ടിലുകളുടെയും രൂപം അവിടെയുള്ള ആൽമരത്തിൽ പലയിടങ്ങളിലായി തൂക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യാറ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വിശ്വാസികൾ വീടുകളിൽ വളകാപ്പ് ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് വളകൾ നേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന കറുപ്പ് സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. സ്വന്തമായി പൂജ ചെയ്ത് പ്രാപ്തിക്കനുസരിച്ച് കോഴിയെയോ ആടിനെയോ കുരുതി കൊടുത്ത് തൊട്ടടുത്ത സ്ഥലത്തെ അടുപ്പ് കൂട്ടി ചോറും കറിയും വെച്ച് മൂർത്തിക്ക് നേദിച്ച് തൊഴുത് അനുഗ്രഹം വാങ്ങിക്കുന്നതാണ് രീതി. ക്ഷേത്രത്തിൻ്റെ പിന്നിലായി ഒരു ചെറിയും കാണാം. കളിയാട്ടം, കുഞ്ഞുരാമായണം, പുറത്തിറങ്ങാനിരിക്കുന്ന ശശിയും ശകുന്തളയും, പെരുങ്കാളിയാട്ടം തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങൾക്കും ചിങ്ങഞ്ചിറ ലൊക്കേഷനായിട്ടുണ്ട്. മലകളെ തഴുകിയെത്തുന്ന കാറ്റും ആൽമരത്തിൻ്റെ തണലും എന്നെ വല്ലാതെ കൊതിപ്പിച്ചു. ഇനി കുറച്ച് നേരം ചിങ്ങഞ്ചിറയിലെ കാഴ്ചകൾ കണ്ടാലോ? ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.